വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിത് ഇവിടെ 2 മാങ്ങ എടുത്ത് വെച്ചിട്ട് നല്ല പഴുത്ത മാങ്ങയാണ്. പിന്നെ നമുക്കൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഇത് സാബുന്താന, ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചത്. അതൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ആവിയിലിട്ടിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. ഇത് പാല്, മിൽക്ക്, ഇത് ബ്ലാക്ക് കസ്കസ്, പിന്നെ കുറച്ച് കസ്റ്റേർഡ് പൗഡർ ഉണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു നല്ലൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ആവിക്ക് വെച്ചിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. മാങ്ങൊക്കെ തോലിയെത്തിയിട്ട് നമുക്കൊന്ന് പീസാക്കിയെടുക്കാം. ഈ വേപ്പിച്ച് വെച്ച സാബുന്താനില്ലേ, ഇതിൻ്റെ മേലെ കുറച്ച് പച്ചമുളക് വെച്ചെടുക്കാം. അപ്പോൾ അത് വിട്ട് വരും. തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാം. അതാണ് ഇരിക്കുക. പാല് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാല് കണ്ടോ, ഇതങ്ങനെ ചൂടായി വരുന്നുണ്ട്. അതിനിതിലേക്ക് കസ്റ്റേർഡ് കലക്കി വെച്ചിട്ടുണ്ട്. ഒഴിച്ചോ. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിനും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ കസ്റ്റേർഡ് ഒന്ന് വരട്ടെ. ഇതാ, ഇത് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനായി ചേർത്ത് മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വേപ്പിച്ച് വെച്ച സാബുന്താനയില്ലേ ഇതിട്ട് കൊടുക്കാം. അത് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കി എടുക്കണം, അല്ലെങ്കിൽ അത് കട്ടായി പോകും. അപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്യണേ. വെള്ളം ഒഴിച്ചിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വേറിട്ട് കിട്ടും, അല്ലെങ്കിൽ വേറിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ഈ കസ്കസില്ലേ ഇത് ഒഴിച്ച് കൊടുക്കാം. ബ്ലാക്ക് കസ്കസ്, നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടോ, നന്നായി ഒന്ന് ഇളക്കി ചേർത്തെടുക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് മാംഗോ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പം ഇനി നമ്മൾ അരച്ച് വെച്ച മാങ്ങയില്ലേ അതാണ് ഇട്ട് കൊടുക്കാം. അതും അങ്ങ് ഇളക്കി ചേർക്കാം. നമുക്ക് ഇട്ട് വേണമെങ്കിൽ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മാങ്ങൊക്കെ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി പാൽ ചേർക്കുന്നുണ്ട്. കണ്ടോ, മധുരം ഓരോരുത്തരുടെ ഇഷ്ടം പോലൊക്കെ ഇട്ട് കൊടുക്കട്ടോ. മധുരം കൂടുതലിടണമെങ്കിൽ വെച്ചാൽ മധുരം ഇടാം, കുറച്ചിടണമെങ്കിൽ മധുരം കുറച്ചിടാം. ഈ മാങ്ങക്കൊക്കെ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാങ്ങ ഞാൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ കുറച്ച് അനാറുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് പാരാം. ഞാൻ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. ഞാൻ ഓരോ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് ടേബിളിൽ കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയും ഉണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും വീട്ടിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചവ്വരി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ചവ്വരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കുതിർത്തിയെടുത്താൽ മതി. എന്നിട്ട് വേവിപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടിട്ട് പോകരുത്, ലൈക്ക് ചെയ്യണേ. ഉണ്ടാക്കി നോക്കി വേണം. അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യും വേണം. എവിടെ ഇരുന്നിട്ട് കാണുകയാണെങ്കിലും അവിടെ ഇരുന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണേ. അതൊക്കെ ഉണ്ടാവും. ഓക്കെ, ബൈ.